പറവൂരിൽ നടക്കുന്ന കലാജാരിയുടെ ആർട്ട് എക്സിബിഷനിൽ ഏതാനും ചിത്രങ്ങളുമായി രേഖ കൈതാരം. ചിത്രകലയിൽ കേരളത്തനിമയുള്ള ലളിതമായ ശൈലിയാണ് ഇഷ്ടപ്പെടുന്നത്. അക്രിലിക്കാണ് കൂടുതലായി ഉപയോഗിക്കുന്ന മാധ്യമം. റവന്യൂ വകുപ്പിൽ സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്നു. നമസ്കാരം, ഞാൻ രേഖ കൈതാരം, കലാജാരിയിലെ മുൻ പഠിതാവാണ്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ക്യാൻവാസിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് എൻ്റെ. ഈ വർക്കിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് യിങ് യാങ്. യിങ് യാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് കൺസെപ്റ്റിലൂടെയാണ് ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. യിൻ എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. യാങ് എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജിയാണ്. ഈ രണ്ട് എനർജീസും ഓപ്പോസിറ്റ് സൈഡിലൂടെ ആണ് സഞ്ചരിക്കുന്നതെങ്കിലും അത് പരസ്പരം പൂരകങ്ങളായി വരുമ്പോഴാണ് പുതിയൊരു ശക്തി ഉണ്ടാവുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഈ കുതിരകളുടെ ആ ഒരു പൊസിഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ കുതിരകളെ സിംബലൈസ് ചെയ്ത് ഈ ചിത്രത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അക്രിലിക് ചെയ്തിരിക്കുന്ന മറ്റൊരു വർക്കാണിത്. ഇത് സ്വാഭാവികമായിട്ടും കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് അടുത്തിടെയൊക്കെ വാർത്തയിൽ നിറഞ്ഞിരുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ കേരളത്തിലെ ചക്കക്കൊമ്പൻ. ചക്കക്കൊമ്പനെ ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് അതുപോലെ തന്നെ അക്രിലിക് ചെയ്തിരിക്കുന്ന മറ്റൊരു വർക്കാണ്. ബുദ്ധനാണ്. നൈഫ് കൊണ്ടുള്ള ഒരു വർക്കാണിത്. അക്രിലിക് ചെയ്തിരിക്കുന്ന മറ്റൊരു വർക്കാണിത്. എൻ്റെ ഈ പ്രദർശനത്തിൽ 7 ചിത്രങ്ങളാണ് ഉള്ളത്. അതിലൊന്നാണിത്. ഗണപതി, കല്ലിൽ കൊത്തിയിരിക്കുന്ന ഗണപതിയുടെ ഒരു ചിത്രീകരണമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ പ്രദർശനത്തിൽ ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് മരുപ്പച്ച തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരനെയും ഒട്ടകത്തെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മാൻകുട്ടി അവള് അത് നേച്ചറിന്റെ സൗന്ദര്യം സ്വയം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിന്റെ ആ ഒരു സൗന്ദര്യം ഞാൻ ചിത്രീകരിച്ചിരിക്കുകയാണ്.